എനിക്കൊരു തോന്നുന്നു അത് പറയുമ്പോ എനിക്കൊരു തുറന്ന പുസ്തകം നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ആ തുറന്ന പുസ്തകത്തിലെ ഒരു ഏട് എനിക്ക് കാണിക്കണം തോന്നുന്നു. എന്നെ കൊല്ലാനുള്ള എന്തോ ലോക്കൽ പലപലാതി ആൺപിള്ളേരെ എടുത്താണ് ഏറ്റവും ഭംഗി വിദ്യാഭ്യാസമൊക്കെയുള്ള പെൺപിള്ളേര് പോയിപ്പെടാൻ കുറെ ലോക്കൽസിന്റെ ശരിയല്ലേ? സുഹൃത്തുക്കളെ, ഞാനിപ്പോ പറയുന്നത് ഒരു മനുഷ്യൻ നടത്തിയ ഒരുപക്ഷെ ഞാനൊക്കെ പ്രതീക്ഷിച്ച ഒരു ഇന്റർവ്യൂ ആണ്. ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ അവരാരെങ്കിലും നടത്തണമല്ലോ എന്ന് എനിക്ക് വളരെയധികം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ മനുഷ്യൻ അത് വളരെ ഭംഗിയായിട്ട് നടത്തി. നമ്മളിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. സോഷ്യൽ മീഡിയയിൽ 40 കഴിഞ്ഞ പെണ്ണുങ്ങളെ പ്രേമിക്കാൻ ഭയങ്കര എളുപ്പമാണെന്നോ അല്ലെങ്കിൽ വളരെയധികം പൊളിയാണെന്നോ, അല്ലെങ്കിൽ 40 കഴിഞ്ഞ സ്ത്രീകളെ പ്രണയിക്കുന്നത് വളരെ അതിസുന്ദരമാണെന്നോ, അല്ലെങ്കിൽ 40 കഴിഞ്ഞവർക്ക് പ്രണയത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് അതിഗംഭീരമായ പ്രണയമാണെന്നും മറ്റൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു സ്ത്രീയാണ്. വളരെയധികം നന്മ മുത്തുകൾ, നന്മ മരങ്ങൾ പോലൊക്കെ നല്ല രസകരമായ ചില വാക്കുകളൊക്കെ പഠിച്ചു വെച്ച് രസകരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ഇവർ. ഈ അടുത്ത കാലത്ത് ഒരു പറഞ്ഞ സംഗതി, നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ, ഇവരെ കൺസെപ്റ്റില് ഈ നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ എന്ന് പറയുന്നത് നല്ല വെളുത്ത, നല്ല മുടി നീളമുള്ള, ഈ തറവാടിത്തമുള്ള എന്ന് പറയുന്ന പെൺകുട്ടികളാണ്. എന്തായാലും ആ ഒരു തറവാടിത്തമുള്ള എന്ന് പറയുന്ന അത്തരം കുലസ്ത്രീ പെൺകുട്ടികളെ പലപ്പോഴും പ്രേമിക്കാനായിട്ട് എത്തുന്ന, അല്ലെങ്കിൽ അവർ പ്രേമിക്കുന്ന ചെക്കന്മാര് ഏറ്റവും മോശം ചെക്കന്മാരായിരിക്കും. ഇവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ തുടക്കത്തിലെ പറയട്ടെ, വേടനെ പോലുള്ള ആളുകളൊക്കെ ആദ്യമേ പറഞ്ഞത് ഇത്തരം ആളുകളെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് എന്നുള്ളത്. ഇവർ പറയുന്നത് സംഗതി, അങ്ങനെ ഭംഗിയുള്ള അത്തരം പെൺകുട്ടികളെ പ്രേമിക്കുന്നത് ഒട്ടും ഭംഗിയില്ലാത്ത, തീരെ സമൂഹത്തിന് ചേരാത്ത, വളരെ മോശമായിട്ടുള്ള ആളുകളാണ്. അതായത് ഈ സമൂഹത്തിൽ ഒട്ടുമേ ചേരാത്ത വളരെ മോശമായിട്ടുള്ള, ഏറ്റവും മോശം എന്താ പറയാ തറ ആളുകൾ എന്നൊക്കെയാണ് പറയുന്നത്. ഈ തറ എന്നൊക്കെ വെച്ചിട്ട് ഇവരെങ്ങനെ മാറ്റി നിർത്തുന്നത് കൃത്യമായിട്ട് വേടന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അത് ഇവരുടെ ഭാഷ കൂടി വെച്ച് പറയുകയാണെങ്കിൽ കറുത്ത നിറമുള്ള, ഇരുണ്ടുപോയ, വസ്ത്രം വളരെ മോശമായ അത്തരം ആളുകളൊന്നും പ്രേമിക്കാൻ ഒട്ടും കൊള്ളാവുന്നതല്ല. പക്ഷെ അത്തരം ആളുകൾക്ക് പിന്നാലെയാണ് ഈ നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ പോകുന്നതെന്നാണ്. ഇനി ഇവിടെ ഈ ഒരു ഇന്റർവ്യൂവിൽ ആ സ്ത്രീ കിടന്ന് മെഴുകുന്നത് കാണാം. നന്നായിട്ട് മെഴുകലാണ്. ഇവർക്കൊരു ഉത്തരം കൊടുത്തിട്ടെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഉറക്കം വരൂല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ശരിക്കും കാരണം ശരി, നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ഭംഗിയുള്ള പെൺപിള്ളേരൊക്കെ പോയിട്ട് ചെന്നെടുത്ത് ഈ ലോക്കൽ ബസ് പറയാൻ കാരണം എന്താ പറയാ, നമ്മുടെ കേരളോർമ്മ കോളേജ് വിട്ട സമയത്ത് ഒന്ന് അവിടെ വെറുതെ ബസ് സ്റ്റോപ്പിൽ വെറുതെ ഒന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ കാണാം നല്ല ഭംഗിയുള്ള പെൺപിള്ളേര്, ചൊക്കാന്ന് തുടുത്തിട്ട് നല്ല ഭംഗിയുള്ള പെൺപിള്ളേര് കണ്ടാണ്ടല്ലോ എനിക്ക് വേറെയൊക്കെ വായിലോ അത് പറയാൻ കൊള്ളില്ല. സിനിമയിലത്തെ മറ്റേ ചെക്കനൊക്കെ ഇല്ലേ, പണി സിനിമയിലത്തെ സുഹൃത്തുക്കളെ പറയുന്നുണ്ടല്ലേ, നല്ല ചൊകാന്നുള്ള പെണ്ണുങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞാല് വെളുത്ത പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഇവരുടെ കൺസെപ്റ്റില്, ഈ സ്ത്രീയുടെ കൺസെപ്റ്റില് ഭംഗിയുള്ളൂ, സൗന്ദര്യമുള്ളൂ. അത് അവരുടെ സൗന്ദര്യ സങ്കല്പമായിരിക്കും. കറുത്തവർക്ക് എന്താ സൗന്ദര്യമില്ല എൻ്റെ പൊന്നു സ്ത്രീയെ, എൻ്റെ പൊന്നമ്മച്ചി, കറുത്തവർക്ക് എന്താ സൗന്ദര്യമില്ലേ? കറുത്തവർക്ക് നിങ്ങൾക്ക് സൗന്ദര്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല? ഇവർ പറയുന്നത് പണി സിനിമയിലെ ചെക്കന്മാരെ പോലെ നല്ല വൃത്തിയായിട്ട് വസ്ത്രം ചെയ്യാത്ത, അതായത് നല്ല രീതിയിൽ നല്ല സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആളുകൾ ഒരു പക്ഷേ നല്ല വസ്ത്രമൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല എന്ന് വെച്ച് അവർ മോശക്കാരാണോ? കറുത്ത നിറമുള്ളവരായിരിക്കും ചെറുപ്പക്കാര് എന്ന് വെച്ച് അവർ മോശക്കാരാണോ? ഒരു പക്ഷേ വില പിടിച്ച ഒരു വാഹനം അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് വെച്ച് അവർ സ്വഭാവത്തിൽ മോശക്കാരാണോ? അപ്പൊ ഇവർ പറയുന്നത് ഇരുണ്ട നിറമുള്ള, കറുത്ത നിറമുള്ള, നല്ല വസ്ത്രം ധരിക്കാൻ അറിയാത്ത, പണമില്ലാത്ത ചെറുപ്പക്കാർ മുഴുവൻ മോശക്കാരാണ്. ഒപ്പം തന്നെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിന്റെ തൊട്ടു മുമ്പിൽ ഇങ്ങനത്തെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെന്ന് പറയുന്നത്. എൻ്റെ ഒരു വലിയ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാല്, തൃശ്ശൂർ കേരളവർമ്മത്തെ പെൺകുട്ടികളൊക്കെ ഇവർക്കെതിരെ, പെൺകുട്ടികൾ ആൺകുട്ടികളും പ്രതികരിക്കേണ്ടത് ഇത്തരം നികൃഷ്ട ചിന്താഗതിയുള്ള ആളുകൾക്കെതിരെയാണ്. ഇതിന് നികൃഷ്ട ചിന്താഗതി എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മോശം ചിന്താഗതിയാണ് ഈ ഒരു സ്ത്രീക്കുള്ളത്. ഇവരൊക്കെ ഫോളോ ചെയ്ത്, ഇവരൊക്കെ ആരാധിച്ച്, ഇവർ പറയുന്നതെല്ലാം എന്തൊരു വേദവാക്യം എന്നൊക്കെ വിചാരിച്ചിറക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. എന്തായാലും അവരോടൊക്കെ എനിക്ക് നമോവാകം പറയാനേ കഴിയുള്ളൂ. കാരണം ഇവരൊക്കെ ആകെ വിശ്വസിക്കുന്നത് ഇവർ അതേപോലെ നിറമുള്ള ആളുകളെ മാത്രമാണ്. അതുപോലത്തെ ഒരുമാതിരി ഒരു ലോ ക്ലാസ് ചെക്കന്മാരുടെ കൂടെയൊക്കെയാണ് ഈ പെൺപിള്ളേര് നടക്കണേ. എങ്ങനെയുണ്ട്? ഈ പെൺപിള്ളേർ നടത്തുന്നത് ലോ ക്ലാസ് ചെക്കന്മാരെ കൂടിയാണ്. എന്താണ് ഈ ലോ ക്ലാസ് ചെക്കന്മാര്?
എന്താണ് ഈ ഹൈ ക്ലാസ് ചെക്കന്മാര്? ഇവരെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായിടത്തോളം ജാതിയിൽ ഉയർന്ന, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള, നല്ല വസ്ത്രം ധരിക്കാൻ പാങ്ങുള്ള, നല്ല വാഹനവും മറ്റും കയ്യിലുള്ള, നല്ല പൈസ കയ്യിലുള്ള, വെളുത്ത നിറമുള്ള, തൊട്ടാൽ അപ്പം തന്നെ ചോര പൊടിയുന്ന കളറുള്ള ആൺകുട്ടികൾ മാത്രമാണ് ഹൈ ക്ലാസ്. ഇനി എന്താ ഇവരെ കൺസെപ്റ്റിൽ ലോ ക്ലാസ്? നല്ല വസ്ത്രം ധരിക്കാൻ പൈസ ഇല്ലാത്ത, കയ്യിൽ പണം കൊണ്ട് നടക്കാനില്ലാത്ത, നല്ല വസ്ത്രം അല്ലെങ്കിൽ നല്ല വാഹനമോ കയ്യിലില്ലാത്ത, കറുത്ത നിറമുള്ള ആളുകളെല്ലാം ഇവരെ കൺസെപ്റ്റില് ലോ ക്ലാസ്സുകളാണ്. അത്തരം ലോ ക്ലാസ്സുകൾക്ക് പിന്നാലെയാണ് ഹൈ ക്ലാസ്സുകൾ എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്ന ആളുകളെല്ലാം നടക്കുന്നത്. ഇവരെ മനസ്സിലുള്ള കുഷ്ഠമെന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഒരു ചികിത്സ കൊണ്ടും മാറില്ല എന്നുള്ളത് സംശയമൊന്നുമില്ല. ഇത്തരം ആളുകളെ പറ്റിയിട്ടാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ വേടനെപ്പോലുള്ള ആളുകളൊക്കെ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇത്തരം ആളുകൾക്കെതിരെയാണ്. അതായത് ലോ ക്ലാസ് എന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ പൈസ ഇല്ല. എങ്ങനെയുണ്ട്? ഇത് മെഴുകാണ്. ഭംഗിയല്ല, അയ്യോ സുഹൃത്തെ, ഭംഗിയല്ല. ഈ കഞ്ചാവ്, കള്ള്, അങ്ങനത്തെയുള്ള മറ്റേ ഈ ലഹരി സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന നമുക്ക് കണ്ടറിയാം. അവനൊരു വശപ്പശകാണെന്ന് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നു. അല്ലാതെ നമുക്ക് മുഖപുസ്തകത്തിലെ ഭംഗിയല്ല വായയിൽ ഒരു സിഗരറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കറിയാലോ അവരുടെ ആ ഒരു ചില മാനറിസം ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒരു വശപ്പശകാന്ന് തോന്നുന്ന അങ്ങനത്തെ ചെക്കന്മാർക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന കാമുകിമാര് ഭയങ്കര നല്ല ഭംഗിയുള്ള പെമ്പിള്ളേർ. അതെന്താ കോമ്പിനേഷൻ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എങ്ങനെയുണ്ട്? ഇതേപോലത്തെ ഒരു വാക്ക് പണ്ട് വേറെ ആരോ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ മോദിജി തന്നെ പറഞ്ഞത് കണ്ടാൽ അറിയാലോ എന്നുള്ളതാണ്. ഈ കണ്ടാൽ അറിയുന്നത് എങ്ങനെയാണ്? ഇവരിപ്പോ പറഞ്ഞില്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതെങ്ങനെയാണ് മനസ്സിലാവുന്നില്ല? കണ്ടാൽ തന്നെ എങ്ങനെയാണ് ഒരാള് വളരെ മോശക്കാരെന്ന് മനസ്സിലാവുക? ഇങ്ങനെ കണ്ടാൽ വളരെ മാന്യനായിട്ട് നടക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരില്ലേ നമ്മുടെ മുൻപിൽ? ഇല്ലേ? നല്ല വസ്ത്രവും നല്ല വെളുത്ത നിറവും ഒക്കെ ഉള്ള എത്ര ആൾക്കാരുണ്ട് ഇല്ലേ? എന്തൊരു വൃത്തികെട്ട മനസ്ഥിതിയാണ്. നോക്കൂ, നമ്മുടെ ഹിറ്റ്ലർ കണ്ടാൽ എത്ര മാന്യനാണ്, എന്തൊരു സുന്ദരനാണ്. പക്ഷെ ഉള്ളിലത്തെ ചിന്താഗതി എന്തായിരുന്നു? എന്തൊരു വൃത്തികെട്ടവനായിരുന്നു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് പിടിച്ച പല ആൾക്കാരെയും ഇപ്പൊ ജയിലെടുക്കുന്ന പല വെളുത്ത സുന്ദരം കുട്ടപ്പന്മാരുള്ള പല ആളുകളും എത്ര ഭംഗിയുള്ളവരാണ്. പക്ഷേ എന്തൊരു ദുരന്തമാണ് അവരൊക്കെ. അപ്പൊ ഇവരെ മനസ്സിലുള്ളത് അസല് ജാതീയതയാണ്, അസല് കളറിസമാണ്. ആ ഒരു കാസ്റ്റിസിന്റെ പുറത്തിൽ മാത്രമാണ് ഇവർ ഇത്രയും കാലം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിന്നിരുന്നത് എന്നുള്ളതാണ്. ഇനി മെഴുകലാണ് കേട്ടോ. ഇനി അങ്ങോട്ട് താൻ പറഞ്ഞ ഒരബദ്ധത്തെ എങ്ങനെയൊക്കെ മെഴുകി ഞാൻ അതല്ല വിശ്വസിച്ചത്, അല്ലെങ്കിൽ ഞാൻ അതല്ല പറയാൻ ശ്രമിച്ചത് എന്നുള്ള ഒരു ശ്രമമാണ്. ഉത്തമ ഉദാഹരണമാണ് ആ പണി മൂവി. അവര് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ രൂപമുള്ളവരെ പ്രണയിക്കാൻ പാടൂ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അല്ലെ, രൂപത്തെ അല്ല ഞാൻ പറഞ്ഞത്. അതായത് ആ മോശ സ്വഭാവമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ, അപ്പൊ ആ കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് തീർച്ചയായിട്ടും പെൺകുട്ടിക്ക് അറിയുന്നുണ്ടാവും. അത് അറിഞ്ഞിട്ടും ഈ ലഹരിക്ക് അടിമപ്പെട്ട് നടക്കുന്ന ആളുകളുമായിട്ട് എന്തുകൊണ്ട് ഈ പെൺപിള്ളേർ കൂട്ടുകൂടുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അതൊരു ഭീതി ഉണർത്തുന്ന ഒരു ചിന്തയാണ്. എനിക്കും 21 വയസ്സായ മകളുണ്ട്. അതിനപ്പുറത്തേക്ക് ചിലപ്പോ ഈ കാണുന്ന രീതിയിലേക്ക് വെൽ ഡ്രസ്ഡ് ആയിട്ട് ടീച്ചർ പറയുന്ന പോലെ അതേ രീതിയിലേക്ക് ചിലപ്പോൾ ഒരു ഫോർമൽ ലുക്കില് ഡ്രസ് ചെയ്തിരുന്നവര് അതിനപ്പുറത്തേക്ക് ചെയ്യുന്നതും വെള്ളടിക്കുന്നതും പക്ഷെ പെട്ടെന്ന് കാണുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചിന്ത ഞാൻ എപ്പോഴും അതാണ് ആ ഒരു ചിന്തയാണ് പ്രശ്നം. നമുക്ക് അവിടെ വെച്ച് നിർത്താം. ഒരു വളരെ വ്യക്തിയുടെ ചോദിച്ചു, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള, നല്ല വെളുത്ത നിറമുള്ള, കാണാൻ നല്ല ചുങ്കുള്ള ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ അത്രയും തന്നെ മോശമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലൊരു സ്വാമി ഉണ്ടായിരുന്നു, അതേ ഇപ്പോൾ ജയിലിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഈ അടുത്ത കാലത്ത് മരിച്ചേ. എന്തൊരു സൗന്ദര്യമായിരുന്നു, എന്തൊരു സുന്ദര കുട്ടപ്പനായിരുന്നു. പക്ഷേ എത്ര പെൺകുട്ടികളെ അവൻ പീഡിപ്പിച്ച് ഇല്ലാണ്ടാക്കിയെന്ന് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോ ഇവര് പറയുന്ന സംഗതി എന്താ വെച്ചാൽ അസലായിട്ട് ഇവരുടെ തലച്ചോറ് അത്രയധികം ഈ ജാതി ചിന്ത, ഈ വെളുത്തവർ മാത്രമാണ് നല്ലത്, കറുത്തവരൊക്കെ ഏറ്റവും മോശക്കാരായിട്ടുള്ള ജനതയാണ് എന്ന ചിന്താഗതി ഇവരെ തലച്ചോറിലേക്ക് എന്നോ കയറിപ്പോയിട്ടുണ്ട്. അതിൽ നിന്ന് ഈ സ്ത്രീ അടക്കമുള്ള ആളുകൾ രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. ഇന്നാലും എന്താണ് ഇന്നാലും കേരളോർമ ജംഗ്ഷനിൽ ഞാൻ നിൽക്കുമ്പോ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. കാരണം അത് എന്റെ ഉള്ളിൽ വരുന്ന ഒരു തോട്ടാണ്. അപ്പൊ ഞാനങ്ങനെ ടീച്ചർ ശരിക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വന്നു. ടീച്ചർ തന്നെ പറഞ്ഞ കാര്യപ്പെടുത്തി അവരെ ബോധ്യപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ ആളുകളെ ചൂസ് ചെയ്യുന്ന ഒരു പക്ഷെ ചിലപ്പോ ഭംഗിയുള്ളവരെ കണ്ട് ഭംഗി എന്ന് പറഞ്ഞിട്ടില്ല, ലഹരിക്ക് അടിമപ്പെട്ട്. അതായത് നമുക്ക് അവരെ എങ്ങനെയുണ്ട് ഭംഗി എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അവര് ലോ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇവരെ കൺസെപ്റ്റിൽ ഭംഗിയില്ല. ഇവരെന്നെ പറഞ്ഞെന്താണ്, നല്ല തുടുതുടാ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വളരെ ലോ ക്ലാസ്സുകളായിട്ടുള്ള കുട്ടികളെ കിട്ടുന്നു പ്രേമിക്കാൻ എന്നുള്ളതാണ്.
ഇവര് അധ്യാപികയാണെന്നാ പറയുന്നത്. എന്തിന്റെ അധ്യാപിക, എവിടത്തെ അധ്യാപിക എന്നറിയില്ല. പക്ഷേ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ എത്രയോ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ രൂഢമായി കിടക്കുന്ന സ്ഥാപനവൽക്കരിക്കപ്പെട്ട എന്നൊക്കെ പറയും, കോൺക്രീറ്റ് ആയി കിടക്കുന്ന ആ ഒരു ജാതി ചിന്തയുണ്ടല്ലോ, അതൊക്കെ നിങ്ങളെ തലച്ചോറിൽ ഇപ്പോഴും ഉണ്ട്. വെളുത്തവർ മാത്രമാണ് നല്ലത്, അല്ലെങ്കിൽ വെളുത്ത നിറം മാത്രമാണ് സൗന്ദര്യത്തിന്റെ മാനദണ്ഡം എന്നുള്ള ചിന്താഗതി നിങ്ങളെ തലച്ചോറിൽ ഇപ്പോഴും ഉണ്ട്. അതങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ പൊന്നു ടീച്ചറെ, നിങ്ങൾക്ക് ഒരിക്കലും മാറി ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾ കിടന്ന് മെഴുകുകയേ ചെയ്യുള്ളൂ. നിങ്ങളൊരു കാരണവശാലും മാറി ചിന്തിക്കില്ല. നിങ്ങളെപ്പോലുള്ളവർക്കെതിരെയാണ്, നിങ്ങളെപ്പോലുള്ള മനസ്ഥിതിയുള്ളവർക്കെതിരെയാണ് നമ്മുടെ വേടനെപ്പോലുള്ള ആളുകൾ, എന്നെപ്പോലുള്ള ആളുകൾ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അധ്യാപികയാണെങ്കിൽ ചിന്താഗതി ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ബൈ. ഒപ്പം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയോടെ ബൈ.